നമുക്ക് ഇന്നൊരു PYQ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മലയാളത്തിലെ പദശുദ്ധി എന്ന ഭാഗത്തു നിന്നുള്ള PYQ ആണ്. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക കറക്റ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി, അരോഗ ശരീരം. ശരിയായ രീതിയിൽ അരോഗ ശരീരം എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ശരിയായ പദം എഴുതുക. ആഖ്യാനം എന്നതിൻ്റെ ശരിയായ രൂപം ഏതാണെന്ന് ഓപ്ഷന് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ, ആഖ്യാനം. അതാണ് ശരി. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിദ്യുച്ഛക്തി ഉള്ളത് ശരിയായ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ശരിയായ പദം ഓപ്ഷൻ ബി ആണ്, വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ, അതേത്? ഉത്തരം ഓപ്ഷൻ ബി, ലേഖകൻ. ലേഖകൻ എന്നതാണ് ശരിയായ പദം. അടുത്ത ചോദ്യം, ശരിയായ രൂപം ഏത്? ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായ രൂപം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, കയ്യെഴുത്ത്. ശരിയായ രൂപം കയ്യെഴുത്ത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഘടകവിരുദ്ധം ഏതാണെന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ശരി, ഘടകവിരുദ്ധം. ഘടകവിരുദ്ധമാണ് ശരി. അടുത്തത്, ശരിയായ പദം ഏത്? ആദരാഞ്ജലികൾ എന്നുള്ളത് ശരിയായ രീതിയിൽ എങ്ങനെ എഴുതുക? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആദരാഞ്ജലികൾ. ബി ആണ് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദങ്ങളേവ? ഉത്തരവാദിത്തം, അനന്തിരവൻ, കൃതജ്ഞത, കൃത്രിമം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ് ശരി. 1 ഉത്തരവാദിത്തം എന്നുള്ളതും 3ാമത്തെ കൃതജ്ഞത. ഉത്തരവാദിത്തം, കൃതജ്ഞത, ഇത് രണ്ടുമാണ് ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിശ്വസ്തൻ എഴുതിയതാണ് തെറ്റ്. ശരിയായ രീതിയിൽ ഞാൻ ഓപ്ഷന് നേരെ എഴുതി ചേർത്തിട്ടുണ്ട്, അതാണ് ശരി. വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ, ഇതെല്ലാം ശരിയാണ്. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, ശരിയായ വാക്കുകൾ ഏത്? രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം, ഇതിലേതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം ശരിയാണ്. രക്ഷാകർത്താവ് എന്നാണ് പറയുക ശരിയായ രീതിയിൽ. പിന്നെ ഹാർദം, രക്ഷാകർത്താവ്, ഹാർദം, ഇത് രണ്ടും ശരി. 10 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എത്ര എണ്ണം ശരിയായെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക.